നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എസ്എൻപുരം കഴുവിലങ്ങിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 500 ലിറ്റർ സ്പിരിറ്റും 1000 ലിറ്റർ കള്ളും എക്സൈസ് സംഘം പിടികൂടി. ഒരാളെ അറസ്റ്റ് ചെയ്തു. വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിനെ തടഞ്ഞുവച്ചു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ SRV UP സ്കൂളിന് MLA അനുവദിച്ച കമ്പ്യൂട്ടറുകളുടെ ഉദ്ഘാടനവും PTA നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തദാനവും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. എസ്എൻപുരം കഴുവിലങ്ങിൽ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 500 ലിറ്റർ സ്പിരിറ്റും 1000 ലിറ്റർ കള്ളും എക്സൈസ് സംഘം പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് ചൂരൽപ്പെട്ടി ഷൈനിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഇയാൾ ഇരിങ്ങാലക്കുട റേഞ്ചിലെ പടിയൂർ പൂവത്തുംകടവ് 1ാം ഗ്രൂപ്പ് കള്ളഷാപ്പിന്റെ ലൈസൻസിയാണ്. എക്സൈസ് ഇന്റലിജൻസ് ജോയിന്റ് കമ്മീഷണർ MP വർഗീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് മധ്യമേഖലാ അസിസ്റ്റന്റ് കമ്മീഷണർ S സഞ്ജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ റെയ്ഡ് നടത്തിയത്. ഷൈന്റെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന KL 47A 6208 എന്ന പിക്കപ്പ് വാനിൽ നിന്നും 1000 ലിറ്റർ കള്ളും വീടിനോട് ചേർന്ന വിറകുപുരയിൽ നിന്നും 15 കന്നാസുകളിലായി സൂക്ഷിച്ചിരുന്ന 475 ലിറ്റർ സ്പിരിറ്റുമാണ് പിടിച്ചെടുത്തത്. ഓണക്കാലം ലക്ഷ്യമിട്ട് കൃത്രിമ കള്ളുണ്ടാക്കാൻ കൊണ്ടുവന്നതാണിതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കള്ളിൽ ചേർക്കാൻ ഉപയോഗിക്കുന്ന 2 കിലോ പേസ്റ്റും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇയാളെ നാളെ കോടതിയിൽ ഹാജരാക്കും. എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർമാരായ KV സദയകുമാർ, PL ബിനുകുമാർ, കൊടുങ്ങല്ലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G ഹരികൃഷ്ണപിള്ള, ഇന്റലിജൻസ് ഓഫീസർ ചന്ദ്രൻ, TJ രഞ്ജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് റെയ്ഡ് നടത്തിയത്. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ പച്ചത്തേങ്ങ സംഭരണം ആരംഭിച്ചു. കൃഷിവകുപ്പിന്റെയും കേരാഫെഡിന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് സംഭരണം ആരംഭിച്ചിട്ടുള്ളത്. തൃപ്രയാർ കിഴക്കേയാൽ പരിസരത്ത് നടന്ന ചടങ്ങിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാന കൃഷി വകുപ്പിന് കീഴിൽ കേരളത്തിലെ നാളികേര കർഷകർക്ക് വലിയ ആശ്വാസമാകുന്ന നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പച്ചത്തേങ്ങ സംഭരണം ആരംഭിച്ചത്. ആദ്യകാലങ്ങളിൽ 2 പഞ്ചായത്തുകൾ കൂടിയാണ് ഇത്തരത്തിൽ പച്ചത്തേങ്ങ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിച്ചതെങ്കിൽ ഇന്ന് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും കൊടുക്കുന്ന തരത്തിൽ ആവശ്യമായ തുക വകയിരുത്തിക്കൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനും ഇത്തരത്തിലൊരു പച്ചത്തേങ്ങ സംഭരണം നമുക്ക് ആരംഭിക്കാൻ സാധിച്ചു. VR വിജയൻ അധ്യക്ഷത വഹിച്ചു. കേരാഫെഡ് ജില്ലാ മാനേജർ മാത്യു ഉമ്മൻ പദ്ധതി വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, MV വിമൽകുമാർ, C ശങ്കരനാരായണൻ, കൃഷി ഓഫീസർ ട്രീസ മാത്യു, ശ്രീദേവി മാധവൻ എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിനെ തടഞ്ഞുവച്ചു. വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്നാരോപിച്ചാണ് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിനെ തടഞ്ഞുവച്ചത്. പ്രിൻസിപ്പാൾ വളരെ നിരുത്തരവാദപരമായാണ് പെരുമാറുന്നതെന്നും ക്ലാസ് എടുക്കാൻ തയ്യാറാകുന്നില്ലെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. മുദ്രാവാക്യം വിളികളോടെ പ്രിൻസിപ്പാളിന്റെ മുറിയിൽ കയറിയ വിദ്യാർത്ഥികൾ കുത്തിയിരിപ്പ് സമരം നടത്തി. സ്ഥലത്തെത്തിയ വലപ്പാട് SI VR രവീന്ദ്രൻ, PTA പ്രസിഡന്റ് ശശികല ശ്രീവത്സൻ എന്നിവർ വിവരങ്ങൾ ആരാഞ്ഞ് വിദ്യാർത്ഥികളെ അനുനയിപ്പിക്കുകയായിരുന്നു. ജയാനന്ദനെ കണ്ടതായി അഭ്യൂഹം. ഉറക്കമില്ലാതെ ചളിങ്ങാട്. ജയിൽ ചാടിയ കൊലക്കേസ് പ്രതി റിപ്പർ ജയാനന്ദനെ കയ്പമംഗലത്ത് കണ്ടതായി അഭ്യൂഹം. ഇതോടെ ചളിങ്ങാട് പ്രദേശത്തെ ജനങ്ങളുടെ ഉറക്കം പോയി. 100 കണക്കിന് ആളുകളാണ് രാത്രി വൈകിയും പോലീസിനോടൊപ്പം തിരച്ചിലിൽ സജീവമായത്. ഒറ്റത്തൈ സെന്ററിന് കിഴക്ക് മണ്ണുങ്ങൽ കടവിൽ തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെ റിപ്പറെ കണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. 3 ഷർട്ടും പാൻസും ധരിച്ച കുറ്റിത്തലമുടിയും ക്ലീൻ ഷേവുമുള്ള ഉയരം കുറഞ്ഞ ആളെ കണ്ടതായി വീട്ടമ്മമാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതേമാതിരി തന്നെ കുറ്റിമാതിരി നിക്കണുണ്ട്. എന്നിട്ട് ഞങ്ങള് ഇങ്ങനെ പറഞ്ഞ പക്ഷേ ഞാനിപ്പ അതിനകത്തേക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇയാളും തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞ കേട്ട പക്ഷെ ആള് പിന്നെ ഇങ്ങനെ നിന്നിട്ടുണ്ട് വർത്താനം പറഞ്ഞു. പിന്നെ ആളായ ഇതും പേടിച്ച് ഒറ്റ പോക്കുമ്പോ ആള് 2 കൈ കൊണ്ട് ആ മുഖം അങ്ങോട്ട് പൊത്തി. പിന്നെ മാറി പാലക്കാട് എവിടെയാണ് പറയുന്ന സ്ഥലം പറഞ്ഞാൽ മതി, എനിക്കറിയാം. അപ്പൊ പോയി ആള് എന്നിട്ട് കഴിച്ചേ നീല ഷർട്ട് പോലെ ഇതിനകത്ത് ആരെങ്കിലും ആള് രൂപം ഇതേപോലെയാണെന്ന് പറയണത്.
ആളത് തന്നെയാണ് തർപ്പിച്ച് പറയാൻ പറ്റുമോ നമുക്ക്? പറയാൻ പറ്റില്ല. അതാണ് ചോദിച്ചത്, ആള് ഇത് തന്നെയാണ് എന്നല്ല. സന്ധ്യയോടെ വീട്ടിൽ ആണുങ്ങളെത്തിയപ്പോഴാണ് ഭ്രാന്തനെ പോലെ വീട്ടിൽ ഭിക്ഷയാചിച്ചെത്തിയ ആൾ ജയാനന്ദനാണെന്ന സംശയം ഉണ്ടായത്. ഇതോടെ നാട്ടുകാർ പോലീസിൽ അറിയിച്ചു. എന്നാൽ രാത്രി 9:30 കഴിഞ്ഞാണ് തിരച്ചിൽ സ്ക്വാഡും മതിലകം പോലീസും സ്ഥലത്തെത്തിയത്. വിവിധ രൂപത്തിലുള്ള ജയാനന്ദന്റെ ഫോട്ടോകൾ കാണിച്ചതോടെ നാട്ടുകാർ ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒറ്റത്തൈ സെന്ററിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതായും പല വീടുകളിൽ നിന്നും വെള്ളം ചോദിച്ചതായും നാട്ടുകാർ പറയുന്നുണ്ട്. സംശയം തോന്നി ചോദ്യം ചെയ്ത വീട്ടിൽ നിന്ന് മുഖം പൊത്തി ഓടിപ്പോവുകയും ചെയ്തുവത്രേ. ഉലക്കകളും പത്തലുകളും വടിയുമായാണ് നൂറുകണക്കിന് ചെറുപ്പക്കാർ പോലീസിനോടൊപ്പം തിരച്ചിലിനിറങ്ങിയത്. മണ്ണുങ്ങൽ കടവിന് സമീപത്തെ ആളൊഴിഞ്ഞ ഇരുനില വീട്ടിൽ കയറിയെന്ന ഊഹത്തെ തുടർന്ന് ഇവിടെയും തിരച്ചിൽ നടത്തി. മുസ്ലിം ലീഗ് ചാമക്കാല ശാഖ ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ കാരുണ്യ സ്പർശം പ്രതിമാസ പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം PB താജുദ്ദീൻ നിർവഹിച്ചു. ഒരുപാട് പിന്നിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലെ വേദനിക്കുകയും വിഷമിക്കുകയും രോഗങ്ങൾ ബാധിച്ച് ആരാളും തിരിഞ്ഞു നോക്കാനില്ലാതെ കഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകളെ അവരെ വീടുകളിൽ പോയി ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ടുന്ന രോഗശാന്തിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ പഴയകാല ചരിത്രം. കാലങ്ങൾ കടന്നുപോയി. ബഹുമാനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമുക്ക് നേതൃത്വം നൽകിയ കാലഘട്ടത്തിൽ ആ കാലം മുതൽ തന്നെ നമ്മൾ ചെയ്തു വന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് പാണക്കാട് തങ്ങൾ നമ്മൾ നോക്കി പറഞ്ഞു, വരും കാലങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതുപോലെ ഒരുപാട് അരിവിതരണവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. PB അബ്ദുൾ ജബ്ബാർ, MK ഹസൻ അലി ഹാജി, PK മുഹമ്മദ് അലി ഹാജി, PK ഹംസ, AC അബ്ദുൾ കരീം ഹാജി, CP അക്ബർ, PB മുഹമ്മദ്, PA മുഹമ്മദ്, MH മുഹമ്മദ് അലി, EK മുഹമ്മദ് ഹാജി, PA മൊയ്തു എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി അൽ ഇക്ബാൽ ആശുപത്രിയിലെ ജീവനക്കാരുടെ സമരത്തോടനുബന്ധിച്ച് AITUCയുടെ ആഭിമുഖ്യത്തിൽ വിശദീകരണ യോഗം നടത്തി. AITUC മണ്ഡലം സെക്രട്ടറി PV മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് കക്ഷിരഹിതന് കൊടുക്കുള്ളൂ. ഇത് സ്പീക്കർ ആവുന്നയാൾ കക്ഷിരഹിതനായിരിക്കണം എന്ന് പറഞ്ഞപ്പോ CH മുഹമ്മദ് കോയ അതിൽ നിന്നും മാറി ആ തൊപ്പി, തലയിലിട്ട തൊപ്പി അഴിച്ചു മാറ്റി എന്നിട്ടല്ലേ സ്പീക്കർ സ്ഥാനത്തേക്ക് വന്നത്. അങ്ങനെയല്ലേ ചരിത്രം. നിങ്ങളെ കൊണ്ട് നിങ്ങളെ തൊപ്പി ഊരിച്ച പാർട്ടി ഏതോ കമ്മ്യൂണിസ്റ്റുകാരാണോ? കോൺഗ്രസ് അല്ലേ? അങ്ങനെ കോൺഗ്രസുകാരെ നിങ്ങളുടെ തലയിൽ കിടക്കുന്ന തൊപ്പി ഊരിച്ച പാരമ്പര്യമുണ്ടെങ്കിൽ മുസ്ലിം ലീഗുകാരാ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്തരത്തിലുള്ളൊരു നിലപാടെടുത്തിട്ടില്ല. RK ബദറുദ്ദീൻ, TN തിലകൻ, PM നൂറുദ്ദീൻ, MC ശിവരാമൻ, VR ഷൈൻ, ER ജോഷി, TP രഘുനാഥ്, അബ്ദുള്ള എന്നിവർ സംബന്ധിച്ചു. ഇനിയൊരു ഇടവേള.